അവരെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. തൽക്കാലം ഇതിനെക്കുറിച്ചൊരു സംസാരം ഇനി വേണ്ട. രാത്രി ആവാറായി. വരാനുള്ളവരൊക്കെ ഏകദേശം വന്നിട്ടുമുണ്ട്. നമുക്ക് ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ നോക്കാം. വാ. നീ റെഡിയായോ? ആടിപ്പൊളി. ഹലോ. ഉണ്ടാവുന്നു. ഓക്കെ ഓക്കെ. ആരതിയാ നമ്മളൊരു റൂമിലേക്കല്ലേ? നന്ദിനി ഇതിനകത്തുണ്ടോ അത് ഇനിയിപ്പോ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയെന്തോ? ചുമ്മാ ഇരിയടാ. എവിടെ? നോക്കാം. സൂപ്പർടാ. നന്ദിനി, മൈ ഗോഡ്. എടോ, ഇതൊക്കെ തനിക്ക് ഇത്രയും നന്നായിട്ട് ചേരുമായിരുന്നോ? എടോ, എന്നിട്ടാണോ ചുമ്മാ സാരി സാരി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്? അല്ലേ നന്ദിനി? ഉള്ള കാര്യം പറയണല്ലോ. താൻ ഞെട്ടിച്ചു. ഞെട്ടിച്ചു എന്ന് പറഞ്ഞ ശരിക്കും ഞെട്ടിച്ചു. ഒന്ന് പോ വിവേക്, എനിക്കിത് കേട്ടിട്ട് എന്തോ പോലെ. ഇതാ കുഴപ്പം. നല്ലത് നന്ദിനിക്ക് ചേരില്ല എന്നൊരു പ്രയോഗമുണ്ട്. എടാ, ആ പഠിച്ചൊരു വേറെ എങ്ങനെയല്ലേ? അത് കരുതിക്കുട്ടി പറഞ്ഞതാ വിവേക്. നല്ലത് നായിക്ക് ചേരില്ല എന്ന് പറയില്ലേ? എന്നെ പറഞ്ഞ തന്നെയാ. എടോ, സത്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു. സത്യം. എടോ, നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാൻ. താനേ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ ചെന്ന് ഇറങ്ങിയാനുണ്ടല്ലോ, നിലത്തുനിന്ന് കുറെ കണ്ണുകൾ ഞാൻ പറക്കെടുത്ത് തരേണ്ടി വരും. അല്ല, എന്റെ അമ്മയുടെ സഹോദരിമാരുടെയൊക്കെ കണ്ണ് തള്ളിയിട്ട് താഴെ വീഴുമല്ലോ, അത് പെറുക്കിയെടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്.